ഹായ് ഗൈസ്, ഞാൻ വിവേക് മോഹൻ. നിങ്ങൾ ബോളിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫിംഗറിൽ പെയിൻ വരുന്നുണ്ടോ? കട്ട് ഡെലിവറി എറിയുമ്പോൾ ഫിംഗറിൽ പെയിൻ വരുന്നുണ്ടോ? അപ്പോൾ ഇതിനുള്ള സൊല്യൂഷനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോഫ്റ്റ് ഹോൾഡ് ടെന്നീസിൽ കട്ട് എറിയുന്നത് വളരെ ഈസിയാണ്. ഹോൾഡിംഗ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ആക്കാം. പക്ഷേ എസ്പെഷ്യലി ഹാർഡ് ടെന്നീസ് നമ്മൾ കട്ട് എറിയുമ്പോൾ എല്ലാവർക്കും ഉള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഫിംഗർ വേരെടുക്കുക, ഹോൾഡിംഗ് ഭയങ്കര ടൈറ്റ് ആവുക അല്ലെങ്കിൽ ലൂസ് ആവുക എന്നുള്ള പ്രശ്നമാണ്. അതിനൊരു പരിഹാര മാർഗ്ഗമാണ് നമുക്ക് ഈ ഒരു സെയിം ഹോൾഡിങ്ങിൽ വന്നിട്ട് നമുക്ക് കട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഒരു കട്ട് എറിയുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു മിഡിൽ ഫിംഗർ മടക്കിയിട്ട് പുറത്തേക്കും അകത്തേക്കും എറിയുന്ന വീഡിയോ. അത് നിങ്ങൾ എല്ലാവരും ഏറ്റെടുത്തൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഈ രണ്ട് ഫിംഗറും മടക്കിയിട്ട് സെയിം ആക്ഷനിൽ നമുക്ക് ഇൻ സ്വിംഗറും ഔട്ട് സ്വിംഗറും എന്ന് പറഞ്ഞ പോലെ ഓഫ് കട്ടറും ലെഗ് കട്ടറും നമുക്ക് എറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏത് ഡെലിവറി ആയിരിക്കും കൂടുതൽ എഫക്റ്റീവ്? അതായത് ഈ മിഡിൽ ഫിംഗർ മടക്കിയിട്ട് എറിയുന്ന ഡെലിവറി ആയിരിക്കുമോ, അല്ലെങ്കിൽ മിഡിൽ ഫിംഗറും റിംഗ് ഫിംഗറും മടക്കിയിട്ട് എറിയുന്ന ഡെലിവറി ആയിരിക്കുമോ കൂടുതൽ എഫക്റ്റീവ്? ബാറ്റ്സ്മാനെ കൂടുതൽ കുഴപ്പിക്കാൻ പറ്റുന്ന ഒരു ആക്ഷൻ ഏതായിരിക്കും? നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഡെലിവറി എന്ന് പറഞ്ഞെങ്കിൽ മിഡിൽ ഫിംഗർ മടക്കിയിട്ടുള്ള കട്ട ഡെലിവറിയാണ്. കാരണം എന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബാറ്റ്സ്മാൻ ഒരു ബോളർ ബോൾ ചെയ്യുമ്പോൾ ആ ബാറ്റ്സ്മാൻ ചിന്തിക്കുന്ന ഒരു എക്സ്പെക്ടേഷന് മുകളിലായിരിക്കണം ബോളർ ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ ഒരു മിഡിൽ ഫിംഗർ മടക്കി കട്ടർ എറിയുമ്പോഴും മിഡിൽ ഫിംഗറും റിംഗ് ഫിംഗറും മടക്കി കട്ടർ എറിയുമ്പോൾ അതിന്റെ ഒരു ഔട്ട്കം സെയിം ആയിരിക്കും, അതായത് റിസൾട്ട് സെയിം ആയിരിക്കും. പക്ഷെ നമ്മൾ ബാറ്റ്സ്മാനെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു നോർമൽ ഈ ഒരു ഗ്രിപ്പിങ്ങിൽ വന്നിട്ട് നമുക്ക് കട്ടറിലേക്ക് കടക്കാൻ സാധിക്കണം. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. അതായത് നമ്മൾ ഈ ഒരു മിഡിൽ ഫിംഗറിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് മൊമെന്റിൽ ഒരു ബോളർ ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് ഈ ഫിംഗറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈസിയാണ് ഈ ഹോൾഡിങ്ങിൽ. നമുക്ക് ഈ ഒറ്റ ഫിംഗറിൽ കട്ടർ എറിയാനായിട്ട് നമുക്ക് ഹോൾഡിങ് ഇങ്ങനെ ആവണമെന്നില്ല. ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. നമുക്ക് ഹോൾഡിങ് ഇങ്ങനെ ആയാലും നമുക്ക് കട്ടർ ചെയ്യാൻ പറ്റും. കാരണം അവസാന സമയത്ത് നമുക്ക് റണ്ണപ്പ് ഒക്കെ എടുത്ത ശേഷം ബോൾ റിലീസ് ചെയ്യുന്ന സമയത്ത് മാത്രം, ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം ഈ ഒരു ഗ്രിപ്പിംഗ് ഉണ്ടോ, ഈ ഗ്രിപ്പിംഗ് നമുക്ക് ഇവിടുന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് അവസാനം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് മിഡിൽ ഫിംഗർ കട്ടിങ്. ഈ ഒരു റിലീസിന് സമയത്ത് മാത്രം നമുക്ക് ഇങ്ങനെ ആക്ഷൻ പിടിച്ച് അപ്പോൾ ബാറ്റ്സ്മാൻ വിചാരിക്കും ഓൾറെഡി ചിലപ്പോൾ പേസ് ആണോ സ്ലോവർ ആണോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ബാറ്റ്സ്മാന്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് അവസാന സമയത്ത് ഈ ഒരു റിലീസിന്റെ സമയത്ത് മാത്രം ഇങ്ങനെ വന്നിട്ട് കട്ടറിലേക്ക്, അതായത് മിഡിൽ ഫിംഗറിലേക്ക് കടക്കാനായിട്ട് വളരെ ഈസിയാണ് ഈ ഹോൾഡിങ്. അതേസമയം നമ്മൾ ഈ രണ്ട് ഫിംഗറിൽ ഹോൾഡ് ചെയ്ത് കട്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ആക്ഷൻ ഈ ഒരു ഗ്രിപ്പിങ്ങിൽ വന്നിട്ട് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ ടഫാണ്. കാരണം ആ ഒരു ഹോൾഡിങ് എക്സാക്ട് പ്രോപ്പർ ഒരു ഹോൾഡിങ് കിട്ടണമെന്നില്ല. നമ്മൾ ഇങ്ങനെ വന്ന് ഹോൾഡ് ചെയ്തിട്ട് കട്ടറിലേക്ക് മാറ്റുമ്പോഴും അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഹോൾഡ് ചെയ്തിട്ട് കട്ടർ ചെയ്യുമ്പോഴും ബാറ്റ്സ്മാന് ജഡ്ജ് ചെയ്യാനായിട്ടൊരു ഭയങ്കര ടഫായിരിക്കും. ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് കട്ടറിലേക്ക് മാറ്റുമ്പോൾ ബാറ്റ്സ്മാന് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ ഓൾറെഡി നമ്മൾ ഈ ഒരു ഗ്രിപ്പിങ്ങിൽ വന്ന് കട്ടർ ചെയ്യുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫിംഗറിൽ വന്നിട്ട് മടക്കി കട്ടർ ചെയ്യുമ്പോൾ ബാറ്റ്സ്മാൻ ഓൾറെഡി ജഡ്ജ് ആക്കും. അതായത് അവൻ കട്ടാണ് എറിയാൻ പോകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ കട്ടേഴ്സ് ഡെലിവറി ആണ് എറിയാൻ പോകുന്നത്. ഓൾറെഡി ജഡ്ജ്മെന്റ് ഉണ്ടാവും ബാറ്റ്സ്മാന്. ആ ഒരു ജഡ്ജ്മെന്റിലേക്ക് നമ്മൾ എത്തിക്കരുത്. അപ്പൊ ബോളേഴ്സ് ബാറ്റ്സ്മാൻ എത്ര ഡിഫിക്കൽട്ട് ആക്കാൻ പറ്റുമോ അത്രയും ഡിഫിക്കൽട്ട് ആക്കിയിട്ട് വേണം ചിന്തിക്കാനായിട്ട്. നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കട്ട് എറിയുമ്പോഴും മാറ്റങ്ങളൊന്നുമില്ല. കാരണം നമുക്ക് ആ പേസും ബൗൺസും ആ ഒരു ടേണും എക്സ്ട്രാ ബൗൺസും കുറയാതെ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഫിംഗറിൽ എങ്ങനെ, ഈ ഗ്രിപ്പിങ്ങിൽ എങ്ങനെ കട്ടറിലേക്ക് മാറ്റാം എന്ന് നമുക്കൊരു പ്രാക്ടീസിലൂടെ ഈ കട്ടർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. താങ്ക് യു.